ഇവിടെ വന്നതിന് ശേഷം വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. തൊപ്പിയുടെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ വീഡിയോ നോക്കാൻ പോയിട്ടില്ല. ബിന്നി നരേന്ദ്ര വീഡിയോ ഇട്ടു, അത് ഞാൻ നോക്കാൻ പോയിട്ടില്ല. എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ആൾക്കാരുടെ വീഡിയോ നോക്കാനും പോയിട്ടില്ല. എന്റെ ഇൻസ്റ്റയിൽ കയറി ഞാൻ കമന്റും വായിക്കാൻ പോയില്ല. എന്തിനു വായിക്കണം? ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസിന് ഒരു അന്ത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങേണ്ടത്. ഇന്ന് രാവിലെ ഞാൻ ഇച്ചായൻ കുഞ്ഞാറ്റ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോന് താഴെ എനിക്ക് വന്നൊരു കമന്റ് ഉണ്ട്, ചേച്ചി ഈ ബിഗ് ബോസ് കണ്ടന്റ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിർത്തണം എന്ന് വിചാരിക്കുമ്പം ഓരോരുത്തർ പറഞ്ഞോ എന്ന് പറഞ്ഞ് വരുമ്പം നമ്മൾ എന്തായാലും കുറച്ച് പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. ഇപ്പം അനുമോളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലിലും അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും അനുമോൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ഇടുക. എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അനുമോൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ഇടുക, അനുമോളെ താഴ്ത്തി കെട്ടുക, അനുമോളെ റീച്ച് ഇല്ലാണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി. പക്ഷെ നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കഴിഞ്ഞു. അതിനുശേഷം അവിടെ ആൾക്കാർ കളിച്ചു, ജയിച്ചു, കപ്പ് കിട്ടി, പോയി. അതിനുശേഷം ഒരു കാര്യമില്ലാണ്ട് ഈ യൂട്യൂബ് ചാനലിൽ വന്ന് ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്താ നിങ്ങളുടെ തേജോ വികാരം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ടീമിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് അനുമോള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് ഫോക്കസ് പോവാം. പിന്നെ ഞാൻ പറയാം, 16 എന്ന് പറഞ്ഞാലും ഞമ്മന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. കൊടുത്തെന്ന് പറഞ്ഞാലും കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും പിന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ കൊടുത്തോ ഇല്ലേ എന്നുള്ളത്. അത്രയും മതി. ബാക്കിയുള്ള ആൾക്കാരെ PR വിഷയത്തെക്കുറിച്ച് ഫൈനലി ഒരു സ്റ്റാൻഡ് അനുമോൾ എടുത്തിരിക്കുകയാണ്. ഞാൻ കൊടുത്തോ കൊടുത്തില്ലേ എന്ന കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 16 പറഞ്ഞാലും 15 പറഞ്ഞാലും ഇനി അതിലും കൂടുതൽ പൈസ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ അത് ബാധിക്കൂല. കാരണം ഞാൻ എന്താണെന്നും ഞാൻ എത്ര കൊടുത്തു എന്നും എന്നെ അറിയുന്ന ആൾക്കാർ അറിയുന്നിടത്തോളം കാലം എനിക്കിതൊരു വിഷയമല്ല. അതുകൊണ്ട് PR റിലേറ്റ് ചെയ്ത് ഇത്ര പൈസ എന്ന് പറയുന്ന കണ്ടന്റ് ഇടുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഇവിടം കൊണ്ട് ഈ വിഷയം നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. അനു ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. തൊപ്പിയുടെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ വീഡിയോ നോക്കാൻ പോയിട്ടില്ല. ബിന്നി നരേന്ദ്ര വീഡിയോ ഇട്ടു, അത് ഞാൻ നോക്കാൻ പോയിട്ടില്ല. എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ആൾക്കാരുടെ വീഡിയോ നോക്കാനും പോയിട്ടില്ല. എന്റെ ഇൻസ്റ്റയിൽ കയറി ഞാൻ കമന്റും വായിക്കാൻ പോയില്ല. എന്തിനു വായിക്കണം? അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവർക്ക് എഗെയിൻസ്റ്റ് ഇടുന്ന വീഡിയോകൾ കാണാനോ നോക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 4 പറയാനോ 4 കമന്റ് ഇടാനോ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനോ തോന്നും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ലൂപ്പായി പോകും. ഇത് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യുന്ന ആൾക്കാർ ഈ പരിപാടി നിർത്തിക്കൊണ്ടുപോകും. ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ഇത് വേണമെങ്കിൽ ഒരു ഉപദേശമായിട്ട് സ്വീകരിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് അവരത് പറഞ്ഞു, ഇത് പറഞ്ഞു, അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് സ്വയം നാറുന്നതിലും ഏറ്റവും നല്ലൊരു കാര്യം എന്താ അറിയോ, ഇതിൽ കൂടെ കേട്ട് അതിൽ കൂടി അങ്ങ് വിടുക. ഇപ്പൊ നമ്മുടെ ശൈത്യ ചേച്ചി എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് എവിടെയോ പോയി സന്യസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആള് വലിയൊരു ബോംബ് പൊട്ടിച്ചു പോയെങ്കിലും മാരാറെന്നൊരു അടിപൊളി വീഡിയോ ആയി വന്ന് നല്ല രീതിയിൽ നാക്ക് അടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ പോവാം. അതിന് മുമ്പ് ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള അനുമോൾ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടുപോകാം. ഇപ്പൊ പൊന്തി വന്നു എന്ന് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നുവോ തോന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കതൊരു അത്ഭുതകരമായി പറയാനൊന്നുമില്ല. കാരണം ഞാൻ ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ലക്ഷ്മി വലിയൊരു സപ്പോർട്ട് അനുവിന് കാണിച്ചതുപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം ബിഗ് ബോസിന് ഇറങ്ങി കേൾക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് നാരായണക്കല്ലായി നിൽക്കുന്ന സമയം സ്വന്തം ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടോ കാര്യമോ കൂട്ടാൻ വേണ്ടിയിട്ട് അനുവിന്റെ സൈഡ് പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഇതുവരെ കാണാത്തൊരു കോംബോ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പൊ ലക്ഷ്മിയായി റിലേറ്റ് ചെയ്ത് കാണുന്നത്. എന്തായാലും നമുക്ക് കേൾക്കാം. പുച്ഛമല്ലായിരുന്നു, സങ്കടപ്പെട്ടിട്ട് തലയ്ക്കൊരു അടി കിട്ടിയ പോലൊക്കെ ഇരിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു ഇരിപ്പായിരുന്നു. പക്ഷെ സന്തോഷിത ഞാനോ അങ്ങനെ മസ്താനിയോ കുറച്ച് പേര് മാത്രമല്ല, കുറച്ചധികം പേര് അതിനകത്ത് നല്ല രീതിയിൽ മനസ്സിനുള്ളിൽ നിന്ന് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് വന്ന ക്ലിപ്സ് ചിലപ്പോൾ കുറവായിരിക്കാം, 1, 2, 3 പേരുടെ കാര്യമായിരിക്കാം കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഫുൾ വീഡിയോ നോക്കി അറിയാം, ചാടി എഴുന്നേറ്റ് നല്ലോണം കൂവി വിളിച്ച് നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അത് കാണാതെ പോരുത്. എഡിറ്റ് ചെയ്ത് ശൈത്യന്റെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് കുശുമ്പ് പിടിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. അത് ശൈത്യ ഒരിക്കലും അനുമോള് വിന്നർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോള് ജയിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, ആ സാധനം തന്നെയാണ് ശൈത്യക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞതുപോലെ ലക്ഷ്മിയോ അല്ലെ മസ്താനിയോ മാത്രമൊന്നുമല്ല, ബാക്കി ആ ബിഗ് ബോസ് ഹൗസിലുള്ള എത്രയോ കണ്ടസ്റ്റന്റ്സ് ഇതേ പർട്ടിക്കുലർ സാധനങ്ങൾ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിക്കും
ചെയ്യിപ്പിക്കുന്നതും ആക്കുന്നതും മിക്ക ആൾക്കാരുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ഞാൻ പറയട്ടെ, ഇത് ഈ എക്സ് കണ്ടസ്റ്റൻസ് അല്ല ഇവരുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസിന് ഇതൊരിക്കലും ഒരു കുശുമ്പല്ല. ബിഗ് ബോസ് കപ്പ് കിട്ടാത്തതിന്റെ പ്രശ്നമോ വിഷയങ്ങളോ ഒന്നുമല്ല. ഇവരുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അനുവിന് റീച്ച് കൊടുത്തത് ഇവർക്ക് തീരെ ഡൈജസ്റ്റഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ പറയുന്നത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു റീസൺസും ഇല്ല. ട്രൂത്ത് ഈസ് ബിറ്ററോ, ബിറ്റർ ഈസ് ട്രൂത്തോ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ ആ സംഭവമാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്താൽ കുറേ ഹെയ്റ്റ് വരുന്നു, കുറേ സൈബർ അറ്റാക്ക് വരുന്നു. സംഭവം എനിക്ക് ഈ വീഡിയോ ചെയ്യാതെ മിണ്ടാതെ നിന്നിട്ട് അനുമോളെയും സപ്പോർട്ട് ചെയ്തിട്ട് അനുമോൾ ട്രോഫി കിട്ടിയതിന് കയ്യോ അടിച്ച് കൺഗ്രാജുലേറ്റും ചെയ്തിട്ട് അനുമോളെ താങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് എനിക്ക് നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുകയും നിങ്ങളൊക്കെ എന്നെ തലയിൽ വെച്ച് നടക്കുകയും അനുമോളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുകയും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് വരുന്ന റെസ്പോൺസ്. എനിക്ക് അത്രയും ഒബ്വിയസ്. അത് സത്യ. അനുമോള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കുത്തനെ കയറി പോവുകയും ചെയ്യും. അതിന്റെ കമന്റ് ഫുള്ള് ചേച്ചി സൂപ്പറാണ്, ചേച്ചി അടിപൊളിയാണ്, ചേച്ചി വൈബാണ്, ഇങ്ങനത്തെ കുറെ കമന്റാ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അനുവിന് എഗെയിൻസ്റ്റ് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, കമന്റിന്റെ സൈഡിൽ പൊങ്കാല വിളിയായിരിക്കും. അതൊക്കെ തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചൊറിയിപ്പിക്കുന്നത്. അല്ലാണ്ട് ഈ 16 ലക്ഷം കിട്ടിയതോ അല്ല കപ്പ് കിട്ടിയതോ ലാലേട്ടൻ്റെ അടുത്ത് നിന്നതോ അല്ല. നിങ്ങൾ ഈ കയറി കടന്ന് കളിക്കുന്നതാ. ഫാൻസ് തന്നെ ഒരുപാട് നല്ല ഫാൻസും ഉണ്ട്, ടോക്സിക് ഫാൻസും ഉണ്ട്. ഈ ടോക്സിക് ഫാൻസുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇതിനു മുമ്പ് റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിലും കുറെ നല്ല ഫാൻസും ഉണ്ട്, കുറെ ടോക്സിക് ഫാൻസും ഉണ്ട്. ഈ ടോക്സിക് ഫാൻസ് കയറിയിട്ട് അങ്ങ് വെറുപ്പിച്ചാളും ബാക്കിയുള്ള ആൾക്കാരെ. അതുവഴി ആ വ്യക്തിനോടുള്ള താല്പര്യം തന്നെ പോകുന്ന ഒരു സ്റ്റൈലാണ്. കാരണം അതിനുള്ള റീസൺസ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അനുമോളെ PR ആൻഡ് അനുമോളെ എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരോട് എനിക്കൊരു കാര്യമുള്ളൂ പറയാനുള്ളത്. നിങ്ങൾ എത്ര സൈബർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയാൻ നോക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എത്ര സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും വരാണെങ്കിൽ ന്യായത്തിന്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ ഇല്ലാത്ത പറഞ്ഞു. ഈ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഈ ആദ്യ നാളുകളിൽ എല്ലാവർക്കും വലിയ വിഷയമാവും. അപ്പൊ ഞാൻ തന്നെ എന്റെ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ 20 കമന്റുകൾ വായിക്കുകയായിരുന്നു. അതിൽ 1-2 നെഗറ്റീവ് കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. ബൈ ദ വേ ഇത് ഫ്രണ്ടോട് പോകുന്നതിനനുസരിച്ച് നെഗറ്റീവ്സ് കാണാൻ തുടങ്ങി, ചീത്തവിളി കാണാൻ തുടങ്ങി, പലരും പലതും പറയാൻ തുടങ്ങിയ സമയത്ത് കേട്ട് നമ്മൾ ഇതായിട്ട് യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, അത് നോക്കുന്നില്ല, ആ ഭാഗത്തോട്ട് പോകുന്നില്ല, എന്തേലും ആവട്ടെ എന്ന് കരുതി ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ വിട്ടുകൊണ്ട് നിൽക്കുക. അത്രയേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ലൈഫിൽ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റിയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ലൈഫ് എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഇഗ്നോർ നെഗറ്റിവിറ്റി, ലിവ് ഇൻ പോസിറ്റിവിറ്റി. അപ്പം ഈ കമന്റ്സ് ഇത് എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കുക. കേട്ട് ഇതൊന്നും അല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തും. അനുമോളെ പോലത്തെ ഡേർട്ടി ഗെയിം കളിച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്കൊരു മടിയില്ല സത്യം പറയുന്നതിലും നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിലും. ഐ ഡോണ്ട് കെയർ, യു ഗൈസ് ക്യാൻ ഡു ഇറ്റ്. ഇനിയും ചെയ്തോ, ഞാൻ ഡിസേർവ് ആണെങ്കിൽ ഡിസേർവിങ് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്തോ ആ കാര്യങ്ങളൊക്കെ. കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അനുമോള് കപ്പ് കിട്ടി. അപ്പം ആ സമയത്ത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, കൈ അടിച്ചിട്ടുണ്ട്, ഓക്കെ, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നില്ലെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒരാൾ. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെ രേണ ഫാത്തിമ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ടോക്സിക് അന്തം PR ഫാൻസിനെയാണ്. ഈ ടോക്സിക് അന്തം PR ഫാൻസ് നിങ്ങളുടെ പരിപാടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടെ തന്നെ അനുമോൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കപ്പും കൂടെ ഞാൻ കൊടുക്കും. നിങ്ങളുടെ ഈ പരിപാടി എന്ന് നിർത്തുന്നു ഒന്നേ നന്നാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അനുമോൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കമന്റ് സൈഡിൽ ഒന്ന് പോയി നോക്കി നോക്ക്. ഒരൊറ്റ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് കമന്റ് വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് സമ്മതിക്കും. ഈ വരുന്നത് മുഴുവൻ ഫേക്ക് അക്കൗണ്ടാണ്. എന്തുവാ ഇവര് പറയുന്നത്, എന്തുവാ ഇവര് സംസാരിക്കുന്ന എന്ന കാര്യത്തെ കുറിച്ചിട്ട് പോലും ഐഡിയ ഇല്ലാണ്ട് എന്തൊക്കെയൊക്കെയോ കയറി കമന്റുകൾ അങ്ങ് പറയുക. തംബ്നെയിൽ നോക്കി തംബ്നെയിലെ ബേസ് ചെയ്തിട്ട് കമന്റ് ഇടുക. വീഡിയോയിൽ നമ്മൾ ആ തംബ്നെയിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് കേട്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ നടന്നിട്ടോ കാര്യമില്ല, ഓക്കെ. പക്ഷെ അത് ആ സമയത്ത് ഞാൻ മുഖം വീർപ്പിച്ച് ഇവക്കൊന്നും കിട്ടുന്നതിൽ എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് അവളോട് അസൂയ, അല്ലെങ്കിൽ അനുമോളോട് അസൂയാണ്, അല്ലെങ്കിൽ അനുമോൾ എന്ന വ്യക്തിനോട് അസൂയ എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ വെൻ ഐ
ട്രൈ ടു എക്സ്പോസ് ഹർ ടോക്സിക് ആർമി ആൻഡ് ടോക്സിക് PR ആൻഡ് എവറിത്തിങ്. എല്ലാവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത്. അനുമോക്ക് കുറേ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട്, നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനുമോക്ക്. പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല, ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് PRനെയും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് PR എന്ന് പറയുന്ന സമയത്ത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ഇപ്പം അനുമോക്ക് 10K ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക, 10K വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അനീഷേട്ടന് 15K മറ്റേ വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അപ്പോൾ അനീഷേട്ടന് 15K ആവുമ്പം അനുമോളെ PR എന്താക്കും, അതിൽക്കൊരു 10Kയും കൂടി വോട്ട് കൊടുക്കും. വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അനുമോളെ പറയാൻ ഉദ്ദേശിച്ചത് വോട്ടിങ്ങിലുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയല്ല, ഞാൻ ഈ PRന്റെ കമന്റുകളെയും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, ഒരു വോട്ട് ഈ അടിച്ചുണ്ടാക്കുന്നതിനൊരു ലിമിറ്റ് ഇല്ലേ? ഒരു ഹോട്ട്സ്റ്റാറിന്ന് ഒരാൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു വോട്ടിങ്ങേ നടക്കൂ. അപ്പൊ ഇത്ര ഉണ്ടാക്കണമെങ്കിൽ ഇത്ര എങ്ങനെ അക്കൗണ്ടിങ് പ്രൊസീജിയർ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി എന്തൊക്കെയാണെങ്കിലും പരിപാടി തീർന്ന് കപ്പ് കിട്ടി വീട്ടിലെത്തി. നിങ്ങൾ ഇനി വീഡിയോയിൽ കൂടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്നത് ഈ PR തന്നെ അതിന്റെ താഴെ വന്നിട്ട് അല്ല എന്ന് പറയും. പിന്നെ എന്ത് ബേസിസിലാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ പറയുന്നുണ്ട്, ബിഗ് ബോസ് കണ്ടു നിങ്ങൾ സംസാരിക്കും. അപ്പൊ ഇവരെയൊക്കെ എന്താ നിങ്ങൾ പറയുന്നത്? ഇവരിങ്ങനെ ഡെയിലി ഓരോ കണ്ടന്റുകളും ഓരോ വിപ്ലവങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ നൂറ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു, വിത്ത് ദ സെയിം ഗേൾ PR ഇഷ്യൂ ഓൺ അനു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാ പറഞ്ഞു, എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ വന്നിട്ട് പോലും അത് സ്റ്റോപ്പ് ചെയ്യാണ്ടോ വീണ്ടും മീറ്റപ്പ് ചെയ്യാനോ വീണ്ടും ഫ്രണ്ട്സ് ആവാനോ ആ ഒരു സർക്കിളിൽ മുന്നോട്ട് പോകാൻ റെഡി ആവാണ്ട് സ്റ്റിൽ കോൺട്രവേഴ്സീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് അതിന്റെ പർപ്പസ് പോലും അറിയില്ല. അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ ഒരു 1 hour മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കണ്ടു. ഏകദേശം 7 മിനിറ്റുള്ള വീഡിയോ ആണ്. അഖിൽ മാരാറിന്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. അതൊക്കെ കേട്ട സമയത്ത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, നല്ല എന്താണ് പറയുക, ഓട്ടം തുള്ളൽ പോലെ സൈഡിൽ കൂടി ഇരുന്നിട്ട് ശൈത്യാനിരുന്ന് കുത്തി പോവുകയാണ്. അപ്പൊ അതിൽ പ്രധാനമായ കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോവാം. ഹലോ, നമസ്കാരം. കുറച്ച് പേര് ആള് മാറിയിട്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അതെനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട മാരാറിന്റെ വീഡിയോന്റെ തുടക്കം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫിസിക്കലി അല്ലെ ബോഡി ഷെയിം നടത്തിക്കൊണ്ടാണ് ശൈത്യയുടെ കണ്ണിനെ കുറിച്ചിട്ടാണ് ഈ കളിയാക്കിക്കൊണ്ട് വീഡിയോ അങ്ങ് തുടങ്ങുന്നത്. അത് ശരിയാണോ ശരിയല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. മേ ബി ആ വീഡിയോയിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്, ഉണ്ട കണ്ണ് എന്നുള്ളത്. പക്ഷെ ശൈത്യം അതിനെ വളച്ചൊടിച്ച് വേറൊരു ഷെയിമിങ് രീതിയിലോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. ആള് ഇൻഡയറക്ട്ലി കുത്തി എന്താന്ന് വെച്ചാല് ശൈത്യയുടെ കണ്ണിങ്ങനെ ഉന്തി വരാനുള്ള റീസൺ അനുമോൾക്ക് സാധനം കിട്ടിയത് കണ്ട് കുശുമ്പ് പിടിച്ച് ഉന്തി വന്നതാന്ന് പറഞ്ഞത്. പിന്നെ അഖിൽ മാരാറിന്റെ കാവ്യാത്മക ഡയലോഗിൽ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതിൽ കുറച്ച് റിസ്ക് ആണ്. അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പോൾ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത്, മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷട്കാല ഗോവിന്ദ മാരാർ, അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതിരുനാളിൻ്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അറിയാമല്ലോ, തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞ് ഇതാകെ അലമ്പാക്കും. അങ്ങനെ ഈ അന്നത്തെ ഷട്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരു വിട്ടും, അദ്ദേഹത്തിൻ്റെ തമ്പുരു വലിയ പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്നെഴുതുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ ഈ തമ്പുരുവിൽ 7 ഇതുള്ള തമ്പുരുവാണ്. അപ്പോൾ അതൊക്കെ വീട്ടുന്ന നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു.
സ്വാഭാവികമായിട്ടും അദ്ദേഹം നല്ല സർക്കാസ്റ്റിക് രീതിയിലുള്ള വീഡിയോ ആണ്. മാരാണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരാണ തിരിച്ച് മാന്തും എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് പുള്ളിക്ക് പുള്ളീൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, പുള്ളീൻ്റെതായ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ട്. ഇനി ഇതിന് അഗെയിൻസ്റ്റ് ഷൈത്തി കേസ് പോകുമോ എന്നുള്ള കാര്യമൊന്നും പേഴ്സണലി അറിയില്ല. കാരണം ഷൈത്തി പറഞ്ഞതിനുള്ള ഷൈത്തിക്ക് തിരിച്ച് റിപ്ലൈ കിട്ടും, അത്രയേ ഉള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാവർക്കും കുശുമ്പുണ്ട് അനുമോള് ജയിച്ചതിന്. എല്ലാവരുടെയും പ്രതീക്ഷ അനുമോള് ജയിക്കരുത്, അനുമോളെ പുറത്താക്കണം എന്നായിരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം അനുമോളുടെ PR-ന്റെ തോന്നിവാസാണ്. ഈ വെറുതെ ബാക്കിയുള്ളവരെ കയറി ചൊറിഞ്ഞതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനി എത്ര ചീഞ്ഞ് നാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അനുമോൾക്ക് കിട്ടേണ്ട കപ്പ് കിട്ടി, അനുമോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഏറ്റവും നല്ലൊരു കാര്യം ഈ വിഷയം വിടുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. സോ ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.